ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ACITB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഒക്കെ റിസൾട്ട് ഇതാ പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന റെയിൽവേയുടെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരും, കറക്റ്റ് ആയിട്ട് തന്നെ എക്സാം നടത്തും. പക്ഷേ റിസൾട്ട് എന്ന് പറയുന്നത് കാണത്തില്ല, അല്ലേ? അപ്പൊ അത് പൊതുവെ എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യമാണെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് എന്താണ് അന്ത്യം കുറിച്ചുകൊണ്ട് നമ്മുടെ RRB എന്ത് ചെയ്തിരിക്കുകയാണ്, റിസൾട്ട് അവർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 05/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ 2025 നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷ CBT 1 ആൻഡ് CBT 2, അല്ലെ? അതിനുശേഷം എന്ത് ചെയ്തിരുന്നു, അവര് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, ഒരുപാട് കാലതാമസം എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? അത് കഴിഞ്ഞ് മറ്റു നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ പറയുന്ന റിസൾട്ട് എന്താണ്, ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് മറ്റു കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു പോർട്ടലാണ് പൊതുവെ ഈ പറയുന്ന രീതിയിൽ ലോഗിൻ ചെയ്യാൻ സമയത്ത് എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ രജിസ്ട്രേഷൻ നമ്പറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കുന്നതാണെന്നുള്ളതാണ്, അല്ലെ? അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് RRBയിലാണ് അയച്ചിട്ടുണ്ടായിരുന്നത്, അതായത് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ തിരുവനന്തപുരം ആയിരിക്കാം, ചെന്നൈ ആയിരിക്കാം, ബാംഗ്ലൂർ ആയിരിക്കാം, സിലിഗുരി ആയിരിക്കാം, കൊൽക്കത്ത ആയിരിക്കാം, മുംബൈ ആയിരിക്കാം, ജമ്മു ആൻഡ് കശ്മീർ ആയിരിക്കാം, അല്ലെ? ജമ്മു ആൻഡ് ശ്രീനഗർ ആയിരിക്കാം, അല്ലെ? അപ്പൊ ആ ഒരു ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് പറ്റും, ഇഷ്ടമുള്ള സോൺ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അതിനകത്ത് കാറ്റഗറി 1, 2, 3 എന്നീ പറയുന്ന 3 കാറ്റഗറികളിലാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ട് റിസൾട്ടും കട്ട് ഓഫും സ്കോർ കാർഡ് എന്നിവ എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നിങ്ങളുടെ എന്താണ് റെസ്പെക്ടഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഏത് സോണിലേക്കാണ് നിങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്, അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഒന്നിൽ ചെക്ക് ചെയ്യാം. കട്ട് ഓഫും റിസൾട്ടിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതിനകത്ത് നിങ്ങളുടെ ഈ പറയുന്ന റിസൾട്ടിനകത്ത് നിങ്ങളുടെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണ് 8113 വേക്കൻസികളൊക്കെ ആയിരുന്നു ഈ പ്രധാനമായിട്ട് ഈ പറയുന്ന ഗ്രാജുവേറ്റ്സിന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്, അല്ലെ? ഇനി ഈ പറയുന്ന ഓരോ സോൺ വൈസ് ആയിട്ടുള്ള കട്ട് ഓഫും മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാന്നുള്ളതാണ്. ചെറിയൊരു കട്ട് ഓഫിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് കൂടുതലാണ്. ഈ പറയുന്ന മറ്റു വർഷങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കട്ട് ഓഫ് എന്താണ് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് RRB ബംഗളൂരു ആണ്. RRB ബംഗളൂരിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഗ്രാജുവേറ്റ്സ് എക്സാമിനേഷൻ നടന്നതിന്റെ എന്താണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 81 കാണിക്കുന്നത് കേട്ടോ. ഈ പറയാം ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. അതായിരിക്കും ഇച്ചിരി കൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, അല്ലേ? അത് വെച്ച് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെ? ജനറൽ കാറ്റഗറി എടുക്കാൻ താഴെ ആയിരിക്കും ഈ പറയാം എന്തായാലും OBCയുടെ SC ST ഒക്കെ വരുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് UR അല്ലെങ്കിൽ പറയുന്ന അൺറിസർവ്ഡ് ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ ബാംഗ്ലൂർ സോണിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 81 കേട്ടോ. അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ കാറ്റഗറി 1, 2, 3 എന്നീ പറയുന്ന കാറ്റഗറികളെയാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്, അല്ലെ? ഈ കാറ്റഗറി നമ്പർ 1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് എന്നുള്ള അതാണ് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ എന്നുള്ള ഒരു തസ്തികയാണ് കേട്ടോ ഈ പറയുന്ന കാറ്റഗറി നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാറ്റഗറി നമ്പർ 2 എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ, കാറ്റഗറി നമ്പർ 3 എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, അല്ലെ? 4 എന്ന് പറയുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ്, അതേപോലെ തന്നെ 5 എന്ന് പറയുന്നത് എന്താണ് സീനിയർ ക്ലർക്ക് എന്നീ പറയുന്നതാണ് ഈ പറയുന്ന കാറ്റഗറി നമ്പർ 1, 2, 3, 4, 5 എന്നൊക്കെ പറയുന്നത്, അല്ലെ? അപ്പൊ അതിനകത്ത് 1, 2, 3 അതായത് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റിന്റെയും അതേപോലെ തന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഇപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഗുഡ്സ് ട്രെയിൻ മാനേജർ പോലുള്ളവയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പം ബാംഗ്ലൂർ സോണിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇനി കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 81 കട്ട് ഓഫ് ആയിട്ട് നൽകിയിട്ടുള്ളത്. CBT 2 എന്ന് പറയുന്നത് 100 ഔട്ട് ഓഫ് 100 ആണ്. ഓക്കെ, ഔട്ട് ഓഫ് 100 ആണ്. അതേപോലെ തന്നെ കാറ്റഗറി നമ്പർ 2 എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 2 എന്തുണ്ടായിരുന്നു ഈ പറയുന്ന രീതിയിൽ കാറ്റഗറി നമ്പർ 2ന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ പറയുന്ന CBT 2 കിട്ടിയിട്ടുണ്ടായിരുന്നത് 70%, അതേപോലെ തന്നെ CB80 CB80യുടെ ഈ പറയുന്ന രീതിയിൽ എന്താണ് 10% കൂട്ടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്ന കട്ട് ഓഫ് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് മാൾഡയുടെ ആണ്. മാൾഡയുടെ പറയുന്ന URന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 78.76 ആണ് കേട്ടോ. 78.76 ആണെന്നുള്ളതാണ്. ഗുവാഹത്തിയുടെ നോക്കുകയാണെങ്കിൽ ആസാം ഗുവാഹത്തിയുടെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ ഒരു 84.95 ആണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ആയിട്ട് അവിടെ നൽകിയിട്ടുള്ളത്. URന്റെ ആണ് കേട്ടോ, URന്റെ ആണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ചണ്ഡീഗഡിന്റെ ആണ്. ചണ്ഡീഗഡിന്റെ URന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 81.98 ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ചണ്ഡീഗഡിന്റെ കട്ട് ഓഫ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ
ചെന്നൈയുടെയാണ് കേട്ടോ. ചെന്നൈ സോണിലൊക്കെ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെന്നൈ സോൺ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ പറഞ്ഞ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ പറയുന്ന URന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 81.41 ആണ് കേട്ടോ. URന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഈ പറയുന്ന എന്താണ് റാഞ്ചിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജാർഖണ്ഡ് റാഞ്ചിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 79. എത്രയാണ് 39 ആണ് എന്ത് ചെയ്യുന്നത് ജനറൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് ഭുവനേശ്വർ ആണ്. ഒഡീഷ ഭുവനേശ്വറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ എന്ന് പറയുന്നത് UR എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 78.67 ആണ് കേട്ടോ. 78.67 ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ബിലാസ്പൂരിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 84.0708 എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ 84.0708 എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാത്തിന്റെ ആദ്യത്തെ കട്ട് ഓഫേ പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഈ പറയുന്ന സ്കോർ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു ഏകദേശം രൂപം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കട്ട് ഓഫിന്റെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുന്നത് ആദ്യം പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് അല്ലെ. ഇനി അറിയുക ഈ പറയുന്ന രീതിയിൽ അഹമ്മദാബാദിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. അഹമ്മദാബാദ് വെച്ചൊരു നോക്കുക 80 ആണ്. 80.1808 ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യം ഈ പറഞ്ഞു പോകുന്ന കട്ട് ഓഫുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കാറ്റഗറി നമ്പർ 1 എന്ന് പറയുന്ന പ്രധാനമായിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ആ ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ആണ് എന്ത് ചെയ്യുന്നത് കട്ട് ഓഫുകൾ പറഞ്ഞു പോകുന്നത്. അത് കൂടാതെ തന്നെ ഒരു കാര്യം പ്രധാനം പറഞ്ഞു വെക്കട്ടെ, അതിനകത്ത് എല്ലാത്തിന്റെയും വന്നിട്ടില്ല. പ്രധാനമായിട്ട് സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉൾപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പറഞ്ഞ സീനിയർ ക്ലർക്ക് പോലുള്ളത്, അതായത് ജൂനിയർ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് പോലുള്ള ചില കാറ്റഗറിയുടെ എന്ത് ചെയ്യുന്നിട്ടില്ല ഈ പറഞ്ഞ രീതിയിൽ. അതിന്റെ ചില കാറ്റഗറിയുടെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നില്ല, റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അതും കൂടെ എന്ത് ഞങ്ങൾ കൺസിഡർ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളതിനൊക്കെയാണ് എന്ത് റിസൾട്ട് ഇപ്പം പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സിലിഗുരിയുടെ എന്ത് ചെയ്തു റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന 80.25 ആണ് ഈ പറയുന്ന URന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന കൊൽക്കട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓക്കെ, ബംഗാൾ കൊൽക്കട്ട കട്ട് ഓഫ് എന്ന് പറയുന്നത് 82.3008 എന്നാണ് കൊടുത്തിട്ടുള്ളത്. 82.30 നമുക്ക് എടുത്താൽ മതി. ഓക്കെ, 82.30 ആണ് എന്ത് ചെയ്യുന്നത് അതിന്റെ കട്ട് ഓഫ് ആയിട്ട് കാണിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജമ്മു ആൻഡ് ശ്രീനഗറിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 77.77 ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കാണിക്കുന്നത്. 77.77 ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയുക. ഓക്കെ, അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് RRBSന്റെ കീഴിലുള്ള കട്ട് ഓഫുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി പാട്ന നോക്കാം. പാട്നയുടെ കാറ്റഗറി നമ്പർ 1 മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ വന്നിട്ടുള്ളൂ. അതിന് കട്ട് ഓഫ് എന്ന് പറഞ്ഞ് 83.77 ആണ് കേട്ടോ. അതേപോലെ തന്നെ ഭോപ്പാലിന് വന്നിട്ടുണ്ട്. ഭോപ്പാലിന്റെ 81.38 ആണ് എന്ത് ചെയ്യുന്നത് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നുള്ളത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പരീക്ഷ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോണും കൂടിയാണ് ഇപ്പം തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് ഏകദേശം 81.7191 എന്നുള്ളതാണ് ഈ പറയുന്ന ജനറൽ കാറ്റഗറി എന്ത് ചെയ്യുന്നത് കട്ട് ഓഫ് ആയിട്ട് കാണിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത് 81.7191. ഈ 81.7 നോക്കിയാൽ മതി. നിങ്ങൾ ഒരു കട്ട് ഓഫിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും വന്ന് കാണത്തില്ല കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ നമ്മളിത് നോക്കുന്ന സമയങ്ങളിലാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് എനിക്ക് തോന്നി ഈ പറയുന്ന സിലിഗുരി, അതേപോലെ തന്നെ ചണ്ഡീഗഡ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആദ്യ സമയങ്ങളിൽ എന്ത് ചെയ്യുന്നത് റിസൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സോണുകളിലൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെ റിസൾട്ട് മറ്റു കാലത്ത് പബ്ലിഷ് ചെയ്ത് കാണും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഹാൾ ടിക്കറ്റും അല്ലെങ്കിൽ റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് അതേ സൈറ്റിലൂടെ കയറിയതിനു ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ റിസൾട്ട് മറ്റു കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ശ്രമിക്കുക എന്നുള്ളതാണ്. കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്തു എന്നതുകൊണ്ട് പറയുന്ന രീതിയിൽ ജോലി കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, പറയുന്ന എന്താണ് 8113 വേക്കൻസികളാണ് പൊതുവെ ഈ പറയുന്ന മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും പറയുന്ന എല്ലാവരെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് എല്ലാവരെയും എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തവർക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നിങ്ങൾക്ക് പരീക്ഷ മറ്റും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പം ഈ പറയുന്ന രീതിയിൽ കട്ട് ഓഫ് ഒക്കെ ക്ലിയർ ചെയ്തിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു റിസൾട്ടും കൂടിയാണ് ഇതെന്നുള്ളതാണ് അല്ലെ.
ഒരുപാട് പേര് കാത്തിരുന്ന റിസൾട്ടും കൂടിയാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമാണ്, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ എന്താണ് ഒരു ഇതാണ്. ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് ഈ പറഞ്ഞ രാത്രിയും പകലും ഈ പറയുന്ന ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ചതിന് എന്താണ് അതിന്റെ ഒരു ഫലമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഒരു റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സന്തോഷിക്കുക. അതേപോലെ തന്നെ ഇവിടെ വെച്ച് പഠനം നിർത്തുകയും ചെയ്യരുത് കേട്ടോ. ഈ പറഞ്ഞ രീതിയിൽ ഏറ്റവും ചെറിയ പോസ്റ്റിലേക്കാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ മുകളിൽ പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളെ കൊണ്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ പരീക്ഷ, ഇത്രയും വലിയ കടമ്പകൾ മറ്റും കടന്നു വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് തോന്നണം. ഓക്കെ, നിങ്ങൾ ഇതേപോലെ ഒരുപാട് കടമ്പകൾ കടന്നു വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്പെക്ട് മറ്റു കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം, തോന്നണം എന്നുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിൽ പാസ്സായിട്ടുള്ളവർക്ക് എന്താണ് കൺഗ്രാജുലേഷൻസ്. അതേപോലെ തന്നെ ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുണ്ട് കേട്ടോ. ഈ പറയുന്ന രീതിയിൽ ഈ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തയ്യാറെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പാസ്സായ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസ്സാകുന്നുള്ളതാണ്. ഓക്കെ, ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. ഹാർഡ് വർക്ക് ചെയ്യുക, സ്വയം വിശ്വസിക്കുക. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ റിസൾട്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എല്ലായിടത്തേയും വന്നിട്ടില്ല, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ചില കാറ്റഗറിയുടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യും. കാരണം ഇതിൽ ഞാൻ എഴുതിയ പരീക്ഷയുടെ എൻ്റെ കാറ്റഗറിയുടെ നമ്പർ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട. ചിലതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുക. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, കയറി നോക്കിയ ശേഷം റിസൾട്ട് ഒക്കെ അതിനകത്ത് ഉണ്ടോ, ഈ പറയുന്ന രീതിയിൽ എൻ്റെ പേരൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് എന്തായിരിക്കും, നന്നായിരിക്കും. പേടിക്കൊന്നും വേണ്ട. ബാക്കിയുള്ള റിസൾട്ട് വരുന്ന സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, അത്ര സമയങ്ങൾ എന്ത് ചെയ്യാം, അറിയിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.